തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ചുള്ള ആനയെഴുന്നള്ളിപ്പിൽ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മതത്തിന്റെ പേരിൽ എന്തുമാകാമെന്ന് കരുതരുതെന്നും ജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് മാർഗനിർദ്ദേശങ്ങളെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കോടതിയലക്ഷ്യ നടപടിയെടുക്കാതിരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ദേവസ്വം ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ തൃക്കേട്ട് ദിനത്തിൽ എഴുന്നള്ളിപ്പ് നടന്നതെന്നായിരുന്നു ജില്ലാ കളക്ടർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. വനം വകുപ്പിന്റെ നിർദ്ദേശം ദേവസ്വം ഓഫീസർ പാലിച്ചില്ലെന്നും കേസെടുത്തതായും റിപ്പോർട്ടിലുണ്ടായിരുന്നു. തുടർന്നാണ് ദേവസ്വം ഓഫീസർ വിശദീകരണം നൽകാൻ കോടതി നിർദ്ദേശിച്ചത്. കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കാനും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. കോടതിയോട് നേരിട്ടുള്ള വെല്ലുവിളിയാണ് ക്ഷേത്രം ഭാരവാഹികൾ ചെയ്തതെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. മഴ വന്നപ്പോഴാണ് 15 ആനകളെയും ആനക്കൊട്ടിലേക്ക് മാറ്റി അകലമില്ലാതെ നിർത്തിയതെന്ന വിശദീകരണം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. മേൽക്കൂരയുള്ള സ്ഥലം കുറവാണെങ്കിൽ ആനകളെ കുറയ്ക്കുകയാണ് വേണ്ടത്. ആനകളെ എഴുന്നള്ളിക്കാൻ നൽകിയ അനുമതി പിൻവലിക്കാനും കഴിയുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് എഴുന്നള്ളിപ്പെന്ന് ഉറപ്പുവരുത്താനും ലംഘിച്ചാൽ കർശന നടപടിയെടുക്കാനും ഓൺലൈനിൽ ഹാജരായ ജില്ലാ കളക്ടർക്ക് കോടതി നിർദ്ദേശം നൽകി. 24 കൊച്ചി.